അങ്ങനെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് ഒരു 3 മണി കഴിഞ്ഞപ്പോഴത്തേനും ഗൈഡ് വന്നിട്ട് നമ്മളെ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഫുള്ള് ചുറ്റി കാണിച്ച് അതിൻ്റെ ഓരോ പ്രത്യേകതകളും ഓരോന്നിൻ്റെ പിന്നിലുള്ള ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാം ട്ടോ. അപ്പം നമ്മുടെ ഗൈഡിങ് തുടങ്ങിയത് തന്നെ മീനൂട്ടുപാലം എന്ന് പറഞ്ഞ ആ ഒരു പ്ലേസിൽ നിന്നാട്ടോ. ഫസ്റ്റ് തന്നെ അത് കണ്ടപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ഭയങ്കര ഒരു അതിശയമായിരുന്നു കേട്ടോ. എന്തൊരു വലിപ്പമുള്ള മീനുകളായിരുന്നു എന്നറിയോ. ഒരു 5 കിലോയൊക്കെ ഉണ്ടാവും ഓരോന്നും ട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ മീനുകളൊക്കെ ഇങ്ങനെ അടുത്തേക്ക് വരല്ലേ. അവരൊക്കെ എന്തായാലും നന്നായി എൻജോയ് ചെയ്തിട്ടാ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാട്ടെ, ഇതിലെനിക്ക് ഈ ഒരു ഷോർട്സിൽ എല്ലാനും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഒരു 45 മിനിറ്റോളം ഇങ്ങനെ ഒരു ഗൈഡ് ഉണ്ട്. കാരണം ഓരോരോ അപൂർവ സസ്യങ്ങളും അതേപോലെ അങ്ങനെ ഓരോ പ്രത്യേകതകളുള്ള കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളും മരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവരിങ്ങനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് ട്ടോ. അതേപോലെ ഇവിടുത്തെ കോട്ടേജുകൾക്ക് പ്രത്യേകതകളുണ്ട്. ഓരോ കോട്ടേജുകളും എന്താ പറയുക ഓരോ ഫ്രൂട്ട്സിൻ്റെ പേരിലാണ്. മാംഗോ, പൈനാപ്പിൾ അങ്ങനെയൊക്കെ. എവിടെ നോക്കിയാലും നമുക്ക് കുറച്ച് നേരം ഇരിക്കാനും എൻജോയ് ചെയ്യാനുള്ള എല്ലാ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു ട്ടോ. പ്രത്യേകിച്ച് പിള്ളേർക്ക് ഓടി നടന്ന് കളിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഫാമുകൾ ഉണ്ടായിരുന്നു. ഈ ബൈബിളിൽ ഇതെന്തോ ഗിന്നസിലെ ഇടം നേടിയിട്ടുള്ള ബൈബിൾ സ്റ്റാച്ചു ആണ് കേട്ടോ. അതേപോലെ അക്വേറിയം ഉണ്ടായിരുന്നു. നല്ല നല്ല രസമായിരുന്നു. അതായത് പിള്ളേർക്ക് ഇങ്ങനെ എന്താ പറയുക നമുക്കൊരു ടൂറൊക്കെ പോകുമ്പോൾ പിള്ളേരെയും കൂടി സന്തോഷിപ്പിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്ലേസ് ആയിട്ടത്. പിന്നെ അവർ വന്നപ്പോൾ തൊട്ട് പറയുന്നതാണ് പാർക്കിൽ പോകണം എന്നുള്ളതൊക്കെ. പിന്നെ അവർ കുറേ നേരം പാർക്കിലൊക്കെ കളിച്ചു. എവിടേക്കാണ് പോകേണ്ടത് ഏതിലെ കളിക്കണമെന്നൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. പിള്ളേർ കളിക്കണതിൻ്റെ ഒപ്പം നമുക്കും കളിക്കാനുള്ള കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. തോക്കുകൊണ്ട് വെടിവെക്കൽ, പിന്നെ ആർച്ചറി അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാത്തിലും നമ്മളും എന്താ പറയുക പിള്ളേരുടെ ഒപ്പം കൂട്ടിയിട്ട്. പിന്നെ ഇങ്ങനെ പല ടൈപ്പ് വണ്ടികളൊക്കെ ഉണ്ട്, സൈക്കിള് അതും ഇതൊക്കെ ഉണ്ട്. എല്ലാവരും എല്ലാത്തിലും മാറി മാറി എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് മാംഗോ പൂൾ കേട്ടോ. ഞങ്ങൾ സ്വിമ്മിങ് പൂള് നന്നായിട്ട് അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാൽ അതേപോലെ ഒരു 6 മണി തൊട്ടായിരുന്നു നമ്മുടെ ടൈം. 6 മണി തൊട്ട് 9 മണി വരെ ആയിരുന്നു. ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ട് ഒരു 8:30 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയത്. കാരണം 9 മണി വരെ ഉണ്ടായിരുന്നുള്ള ഡിന്നർ കഴിക്കേണ്ട സമയം. ഞങ്ങൾ അവിടെ തന്നെ നമുക്ക് ഓർഡറൊക്കെ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ലൈറ്റായിട്ട് പൊറോട്ടയൊക്കെ ആയിട്ട് കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും സൈക്കിൾ ചവിട്ടി ഞങ്ങൾ പിന്നെ പോയത് വാച്ച് ടവറിലേക്കാണ്. വൈകുന്നേരം അവിടെ ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാലും അതൊക്കെ ഒരു രസമല്ലേ. ഞങ്ങൾ എല്ലാവരും കൂടി എൻജോയ് ചെയ്തു. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.